നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നത് നമ്മളെ ബ്രിണ്ടൽ ബായി ആണ്. ബായി നാം കാ പോലും ബ്രിണ്ടൽ എൽബിൻ ബ്രിണ്ടൽ ആണ്. രാവിലെ നമുക്ക് കോഫി, ചായ, മുട്ട ബജി, മുട്ട കാച്ചിയത്, ബ്രെഡ്, ജാം, ഓംലെറ്റ്, സുഖിയന്, ബന്ന് എല്ലാ സാധനങ്ങളും നമുക്ക് രാവിലെ ഉണ്ടാക്കി തന്നത് നമ്മൾ ആശാനാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കും? വാട്ട് ഈസ് യുവർ പ്രിപ്പയർ ഈസ് ബ്രേക്ക്ഫാസ്റ്റ്? This customer is talk anything you prepare. Yeah, because I love you. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടെ കുക്കിംഗ് കാര്യങ്ങൾ മറ്റു പരിപാടി എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജീകരമാണ്. ഇവിടുത്തെ ആകെ പ്രശ്നം എന്ന് പറയുന്നത് റേഞ്ച് नहीं है. वो बहुत अच्छा है रेंज मुश्किल है आराम से. उसको बनाया वो टीके बनाया वो इसकी बनाया कुछ भी नहीं. वो काम करते कि इसकी बोला खाना पकड़ा वो दम्मी दलका बनाया. നമ്മളിവിടെ വന്നിട്ട് ആകെ പെട്ടിട്ടുള്ള വഴി എന്താക്കുന്ന ഇവിടെ നോക്കറല്ലോ യോറ് വന്നിട്ട് നമ്മളിവിടെ താഴെ കൊണ്ടിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിലിട്ടിട്ട് ആകെ ഇന്നലെ രാത്രി തൊട്ട് റേഞ്ചും ഇല്ല എന്തും ലാട കൂതാമ പിടിച്ച പോലെ അതിന് 2 മലയാളികളുണ്ട്, 3 ബംഗാളികളുണ്ട്, 1 നേപ്പാളിയും ഉണ്ട്. എന്താക്കുന്ന ഇവിടെ വെള്ളം കണ്ടിട്ട് റേഞ്ചും ഇല്ല. 4500 സ്റ്റെപ്പ് താണ്ടിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. എന്താക്കുന്ന എന്റെ ബായ് ഉണ്ട് അപ്പൊ ഞമ്മ എന്താക്കുന്നത് അറിയില്ല. ഇവിടെ വന്നിട്ട് 2 ദിവസമായി റേഞ്ച് ഇല്ല. ഒരു 4500 എത്ര പോണേന് അപ്പൊ എന്റെ ഗൈഡാണ് കേട്ടോ ഇത് സൂപ്പർ പോലെ. ഇത് എൻ്റെ ഗൈഡാണ്. ബാക്കിയുള്ളവർക്ക് ഗൈഡും കാര്യങ്ങളൊന്നും ഇല്ല. അവർ സിംഗിളാണ്. കാരണം എൻ്റെ ബാഗ്, എൻ്റെ ഫോണ്, എൻ്റെ ചാർജർ, എൻ്റെ കൂളിംഗ് ഗ്ലാസ്, എൻ്റെ ക്യാപ്പ് ഇത്രയും കാര്യങ്ങൾ പിടിക്കാനും പിന്നെ എന്നെ സേഫ് ചെയ്യാനും വേണ്ടിയിട്ട് എനിക്കൊരു ഗാർഡ് തന്നിട്ടുണ്ട്. നമ്മളെ ബ്രിണ്ടൽ ബായി ആണ് ഗാർഡ് തന്നത്. അപ്പോൾ ഒരു ഗാർഡിന് ഇവിടെ വരുന്നവർക്ക് ഒരു ഗാർഡിന് 600 രൂപ കൊടുക്കണം, ഒരാൾക്ക് ഒരു ഗാർഡിന്. അപ്പോൾ ബാക്കി 5 പേര് ഗാർഡ് എടുത്തില്ല. അവർ സിംഗിൾ വൈസാണ് വരുന്നത്. അപ്പോൾ ഞാൻ മാത്രമാണ് ഒരു ഗാർഡിന് എടുത്തത്. അപ്പോൾ ഗാർഡ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതായത് ഏകദേശം 4500ഓളം സ്റ്റെപ്പ് ഇറങ്ങി വരണം. ശബരിമലയും കൂടി ഇത്രയും സ്റ്റെപ്പില്ല. പമ്പ കയറി കഴിഞ്ഞാൽ പിന്നെയും പോകണം. എന്നാലും സ്റ്റെപ്പുകളൊക്കെ ഒരുപാട് കുറവാണ് അവിടെയൊക്കെ. പക്ഷേ ഈ ഒരു സ്ഥലത്ത് 4500 സ്റ്റെപ്പ് ഇറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അത് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി ഞങ്ങൾക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു തരും. അപ്പോൾ അതിമനോഹരമാണ് ഈ കാടിലൂടെ പോകാൻ. ഒരുപാട് താണ്ടിന്ന് വെച്ചാൽ ഒരുപാട് താണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ ഒന്നുകൊണ്ടും നിങ്ങൾ ഈ ഒരു സ്ഥലം മിസ്യൂസ് ചെയ്യരുത്. ബായ് ഓ ഇപ്പോൾ പോലെ അപ്പോൾ അപ്പോൾ ഇവിടുത്തെ ഭാഷകളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലേക്കാൾ ഒരുപാട്. നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് ജീവിതം. പക്ഷേ ഇവിടുത്തെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും നമുക്ക് നാട്ടിലെ ഭാഷകളായിട്ട് താരതമ്യം ചെയ്യാൻ ഒരിക്കലും പറ്റുന്നില്ല. നാട്ടിലെ ഭാഷയല്ല, പൊതുവേ ഹിന്ദി ഇംഗ്ലീഷ് നമ്മൾ ഇന്ത്യയിലെ ഭാഷയായിട്ട് ഇവർക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവിടുത്തെ ഭാഷ നമ്മൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ നിർവചനം പോലും എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഷ പ്രധാനമായും നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഭാഷയാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് നമുക്കിവിടെ കൺഫ്യൂഷൻ ആകുന്നൊരു കാര്യം. ഇവിടെ നിങ്ങളൊരു ഭാഷ ഭാഷ हसी भाषा का वो स्पीक करेगा इधर में वीडियो देखे ना अंदर में वो तुम्हारा भाषा हसी भाषा वो टॉक है टॉक थोड़ा टॉक है और 5 मिनट 5 मिनट 2 मिनट kerana hasi बोलो hasi वो बोलो ब्रेकफास्ट खाई छी एंड लंच खाई छी. कितना बजे लंच? 9 बजे. 9 बजे 7 बजे 7 o'clock. 7 o'clock ब्रेकफास्ट है. तो लंच तो फूड उच्चभक्षണം 10 11 12 അല്ലേ? അപ്പോൾ എന്നിരുന്നാലും ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കണ്ടു. എന്തായാലും വന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ ചെറുപ്പക്കാരൊക്കെ മാക്സിമം വരാൻ നോക്കാം. അല്ലാത്തവരൊന്നും വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചെങ്കിൽ സ്റ്റെപ്പ് ഇതാ തീർന്നില്ല. ബായ് ഹൗ മെനി സ്റ്റെപ്പ് ലെഫ്റ്റ് ബി കിतना സ്റ്റെപ്പ് ആയ ബിഫോർ step पता नहीं. അപ്പോൾ 2500ഓളം സ്റ്റെപ്പ് 1.5 hours. 1 മണിക്കൂറും 1 മണിക്കൂറും 30 മിനിറ്റും നമ്മൾ ഇനിയും സ്റ്റെപ്പ് ഇറങ്ങി സഞ്ചരിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ 3600ഓളം സ്റ്റെപ്പ് ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞു. അത് ഇന്നലെ രാത്രി 5 മണിക്കാണ് സ്റ്റെപ്പ് ഇറങ്ങിയത്. ഇന്നലെ രാത്രി 5 മണിക്ക് സ്റ്റെപ്പ് ഇറങ്ങിയത് ഒരു ഏകദേശം കുഞ്ഞു വാട്ടർഫാൾസ് കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് ഇത് 7ാമത്തെ ബ്രിഡ്ജാണ്.
7അല്ല, എൻ്റെ ഒരു കണക്കൂട്ടൽ കറക്റ്റ് ശരിയാണെങ്കിൽ ഒരു 7ാമത്തെ 8ാമത്തെ ബ്രിഡ്ജാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കുഞ്ഞു വാട്ടർ ഫാൾസിലൊരു ബ്രിഡ്ജാണ്. അപ്പോൾ ഇത് കണ്ടു. അപ്പോൾ ആസ്വദിക്കാം, ഇതൊരു ജീവിതത്തിൽ ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം ഇവിടെ റേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 2 ദിവസമായി റേഞ്ച് ഇല്ലാതെ. അപ്പോൾ നമ്മളപ്പോൾ എന്തായാലും സ്റ്റെപ്പ് വീണ്ടും കയറാൻ പോവാണ്. അപ്പോൾ ഒരുപാട് താണ്ടി വേണം നമ്മളിത് പോവാൻ. അപ്പോൾ അതിമനോഹരം തന്നെയാണ്. ഇതിനകത്ത് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 600-500 കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് റൂമും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ അവർ മനോഹരമായിട്ട് പാറൻ്റെ ഉള്ളിലുള്ള വലിയൊരു പാറക്കകത്തുള്ളൊരു സാധനം കണ്ടത് കിടക്കണ്. ഇതേ കണ്ട പാറൻ്റെ അകത്തുള്ളതാണ്. അതങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, നമ്മൾ നിർന്ന് വേണം പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീണ്ടും സ്റ്റെപ്പ് കയറാൻ പോകുന്നത്. സ്റ്റെപ്പ് കയറുന്നു ഇറങ്ങുന്നു. അങ്ങനെ 4500ഓളം സ്റ്റെപ്പ് ഇറങ്ങി വേണം ഈ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി വന്ന പാടന്നെ 2 പാമ്പിനൊക്കെ കാലിൻ്റെ അടിയിൽ കണ്ടു. അപ്പോൾ എൻ്റെ പ്രാഡയുടെ ഷൂ ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ ഇന്നലെ ഒരു വള്ളിക്കെട്ടിനെ കണ്ടു, ഒരു ചെറിയ വള്ളിക്കെട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഇന്നലെ രാവിലെ എത്തിയ പാടെ ഒരു പാമ്പിൻ്റെ കുഞ്ഞി നമ്മളെ സൈഡിൽ കൂടി നടന്നു പോയി. അതായത് മനോഹരം വെള്ളങ്ങൾ ഇങ്ങനെ തുള്ളിയായിട്ട് ഉറ്റുകയാണ്. അപ്പോൾ പാറകൾക്കിടയിലൂടെ അതിമനോഹരമായ പാറൻ്റെ ഉള്ളിലാണ് പോകുന്നത്. ഒരു ക്യാവാണ്. നമ്മളെ ഗൈഡ് അവിടെ പോയി ഗൈഡ്. അപ്പോൾ ഗൈഡ് പുറകിലുണ്ട്. ഗൈഡില്ലാതെ നമ്മൾ മുന്നോട്ട് പോകില്ല, കാരണം പാമ്പൊക്കെ ഗൈഡ് പിടിക്കും. അത് നമ്മൾ വീണ്ടും സ്റ്റെപ്പിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ്. അപ്പോൾ നല്ല ആകൃതിയിലുള്ള സ്റ്റെപ്പൊന്നുമല്ല. അതെ ഇവിടുത്തെ സ്റ്റെപ്പ് കണ്ടാൽ അറിയാൻ പറ്റുന്നത് ആകൃതിയൊന്നുമില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാൻ. അപ്പോൾ നമ്മളൊക്കെ നല്ല ഷൂ ആട്ടെ, പ്രാഡയുടെ ഷൂ, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തെന്നും പരിപാടിയൊന്നുമില്ല. അപ്പോൾ നല്ല ഷൂ ഒക്കെ വാങ്ങിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും പൊട്ടിയിട്ട് ഇവിടുന്ന് കളഞ്ഞിട്ട് പോയി. അപ്പോൾ നമ്മൾ തൂക്കുപാലത്തിലേക്ക് എത്തി. മനോഹരമായ കാഴ്ചയാണ്. തൂക്കുപാലത്തിൽ കാണാൻ പറ്റുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. വാട്ടർ ഫാൾസുകളാണ്. ഇവിടെ സ്റ്റെപ്പില്ല, ഇവിടെ താൽക്കാലിക സ്റ്റെപ്പാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പാലമാണ്. അതായത് അതേ മരത്തിൻ്റെ വേരുകൾ കൊണ്ടുണ്ടാക്കിയ പാലമാണ്. പാലം എന്ന് പറയാൻ പറ്റില്ല, ആടുന്നുണ്ട്, പക്ഷേ സേഫാണ്. കാരണം സേഫ് ആവാൻ വേണ്ടി നമ്മൾ ടൂറിസ്റ്റുകാർ സേഫാകാൻ വേണ്ടി ഇതിൻ്റെ കമ്പി കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പീൻ്റെ സ്ട്രെങ്ത്തിലും അതേപോലെ തന്നെ വേറിൻ്റെ സ്ട്രെങ്ത്തിലുമാണ് ഈ പാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ